എല്ലാവർക്കും നമസ്കാരം. PKG പാല എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈക്രോവേവ് ഓവനിൽ മുട്ട ഓംലെറ്റും ബുൾസയും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതാണ്. അതിനായിട്ട് ആദ്യമായിട്ട് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവുക. നമുക്ക് മറിച്ചിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് എണ്ണ തടവുന്നത്. വൺ സൈഡ് ഓംലെറ്റ് ആവശ്യമുള്ളവർ ഇങ്ങനെ എണ്ണ തടവേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതുപോലെ അതിനുള്ളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട സ്പ്രെഡ് ചെയ്ത് ഒഴിക്കുക. നമ്മുടെ ചാനലിൽ പുതിയൊരാൾ വന്നിട്ടുണ്ട്. എൻ്റെ മോളാണ് പുന്നൂസ്. അവളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി പാചകം ചെയ്യുന്നത്. മുട്ട ഒഴിച്ചു, മുളകും അതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓവനിലേക്ക് പോകാം. നമ്മൾ ഓവൻ്റെ അടുത്തെത്തി. മൈക്രോവേവിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. മൈക്രോവേവ് എന്ന സെക്ഷനിലാണ് നമ്മൾ ഈ ഓംലെറ്റും ബുൾസയും ഒക്കെ ഉണ്ടാക്കുന്നത്. ഓവനുള്ളിൽ പാചകം ചെയ്യുന്നതെല്ലാം മൈക്രോവേവ് എന്ന സെക്ഷനിലാണ്. ഗ്രില്ല് ചെയ്യുന്നതും ബേക്ക് ചെയ്യുന്നതും വേറെയാണ്. ഓവനിലേക്ക് കയറ്റി വെച്ചു. നമ്മൾ മൈക്രോവേവിൽ നമ്മൾ സമയം കൊടുക്കുകയാണ്. നമുക്കൊരു 1 മിനിറ്റും 30 സെക്കൻഡും കൊടുക്കാം. ആദ്യം 1 മിനിറ്റ് നമ്മൾ കൊടുത്തു. ഇനി ഒരു 30 സെക്കൻഡും കൊണ്ട് 1.5 മിനിറ്റ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ 1.5 മിനിറ്റ് കൊടുത്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്തു. നമുക്കിനി ഇത് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. ഒരു 30 സെക്കൻഡ് കൊണ്ട് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി, ഇതുപോലെ ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് സ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിയത് എത്ര വേവ് ആയെന്നറിയാൻ വേണ്ടി നോക്കിയതാണ്. ഓരോ സ്ഥലത്തെ വോൾട്ടേജിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും സമയമേ. അതുകൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ഇടയ്ക്ക്. ഇപ്പോൾ തീരാറായിട്ടുണ്ട്. ഇനി 3-4 സെക്കൻഡുകൾ കൊണ്ട് ബാക്കിയുള്ളൂ. ഓക്കെ, എൻഡായി. ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ വൺ സൈഡ് ഓംലേറ്റ് ഒക്കെ വേണ്ടവർ ഈ കണ്ടീഷനിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഓംലേറ്റ് മറിച്ചിട്ടു. അതിനുശേഷം വീണ്ടും വയ്ക്കുകയാണ്. വൺ സൈഡ് ഓംലേറ്റ് മതി എന്നുള്ളവർക്ക് ഇങ്ങനെ മറിച്ചിടേണ്ട ആവശ്യമില്ല. മുമ്പേ കണ്ട കണ്ടീഷനിൽ എടുക്കാം. ഒരു സൈഡ് ആകുമ്പോൾ തന്നെ എടുക്കാം. നമ്മൾ വീണ്ടും ഒരു 30 സെക്കൻഡും കൂടെ കൊടുത്തു. ഇനി കുറച്ച് വേവല്ലേ ഉള്ളൂ. കുറച്ച് വേവിന് നമുക്കൊരു 30 സെക്കൻഡിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഈ സമയത്തിൻ്റെ കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തേക്കണം. നമുക്ക് ഈ സമയം ഓരോ സ്ഥലത്തെയും വോൾട്ടേജിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും സമയം. അപ്പോൾ ഒരു 2 മിനിറ്റിനുള്ളിൽ ഇതാകും. ഒരു 1 മിനിറ്റിനും 2 മിനിറ്റിനും ഇടയ്ക്ക് കൊടുത്താൽ മതി. അത് നമ്മൾ ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കാണിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഓംലെറ്റ് ആയിട്ടുണ്ട്. ഇത്രയും പരിപാടിയേ ഉള്ളൂ നമുക്ക്. ഇനി നമ്മൾ ബുൾസൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ബുൾസൈ ഉണ്ടാക്കാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ടാണ്, ഈ പ്ലേറ്റിലേക്കാണ് ഒഴിക്കുന്നത്. ഇതിന് നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് എണ്ണ ഒഴിക്കണ്ട. ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, നമ്മൾ മൈക്രോവേവ് ഓവനിൽ ഒരിക്കലും മുട്ട പുഴുങ്ങാൻ ശ്രമിക്കരുത്. മുട്ട പൊട്ടിത്തെറിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും ചെയ്തേക്കരുത് കേട്ടോ. മുട്ട പുഴുങ്ങാൻ ഓവനിൽ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇത് ഓവൻ്റെ അടുത്തെത്തി. ഒരു ചെറിയ പ്ലേറ്റ് ആണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത് വലിയ പ്ലേറ്റ് ആയതുകൊണ്ടാണ് ഷേപ്പ് ഇല്ലാതെ കിടക്കുന്നത്. ചെറിയൊരു പ്ലേറ്റ് ആണെങ്കിൽ കറക്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടും. അടച്ചു. 1 മിനിറ്റ് സമയം കൊടുത്തു. സ്റ്റാർട്ട് കൊടുക്കണം. ഓക്കെ, വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 22 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ നമ്മൾ തുറക്കുവാണ്, ഒന്ന് നോക്കുവാണ് എന്തോരം ആയെന്നറിയാൻ വേണ്ടി. ഏകദേശം ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ആ 20 സെക്കൻഡ് ബാക്കി നിൽക്കുന്നതും കൂടെ കൊടുത്തേക്കാം. കംപ്ലീറ്റ് ആയിക്കോട്ടെ 1 മിനിറ്റ്. ഇതുപോലെ ഇടയ്ക്ക് നിർത്തി തുറന്ന് നോക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 1 മിനിറ്റ് കൊടുക്കുക. അതിന് ശേഷം എൻഡ് ആകുമ്പോൾ തുറന്നെടുക്കുക. അത്രയും ചെയ്താൽ മതി.
പിന്നെ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് നിർത്തി കാണിക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബുൾസൈ ഇവിടെ ശരിയായിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം, കുറച്ച് കുരുമുളകും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേര് കേട്ടോ. കുറച്ച് വെറൈറ്റി, ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. നമ്മുടെ കുക്കിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടെ കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.